കുവൈറ്റിൽ ഇത്രയധികം മലയാളികളുടെ ജീവൻ പൊലിഞ്ഞ ദുരന്തത്തിന്റെ തേങ്ങലിലാണ് നാം ഓരോരുത്തരും. അവരുടെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങുമ്പോൾ നാട് വിങ്ങിപ്പൊട്ടുകയാണ്. ഈ ദുരന്തത്തിൽ പരിക്കേറ്റ് കുവൈറ്റിലെ ആശുപത്രിയിൽ ഇനിയും നിരവധി പേരുണ്ട്. അവർക്കാവശ്യമായ സഹായങ്ങൾ ലഭ്യമാകാൻ ഇടപെടുകയെന്ന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ അങ്ങോട്ടേക്ക് അയക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. പക്ഷേ കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചിരിക്കുന്നു. എന്തായിരുന്നു കാരണം? സംസ്ഥാനത്തോടും ഇവിടുത്തെ ജനങ്ങളോടുമുള്ള ശത്രുത കേന്ദ്ര ഭരണാധികാരികൾ അതേപടി തുടരുന്നുവെന്നതല്ല ഇത് കാണിക്കുന്നത്. മറിച്ച് ശത്രുതാപരമായ ഈ സമീപനം ദുരന്ത നിമിഷങ്ങളിൽ പോലും മാറ്റിവെക്കില്ല എന്ന ദുഷ്ടതയാണിത്. ഓർമ്മയില്ലേ, മഹാപ്രളയകാലത്ത് നാടാകെ മുങ്ങിയപ്പോൾ പുനർനിർമ്മാണ പ്രവർത്തനത്തിനായുള്ള ഫണ്ട് സമാഹരണത്തിന് വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ മന്ത്രിമാർക്ക് അനുമതി നിഷേധിച്ചത്? പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിന് വന്ന ഹെലികോപ്റ്ററിന്റെ വാടക കണക്ക് പറഞ്ഞു വാങ്ങിയത്? പട്ടിണി മാറ്റാൻ തന്ന അരിയുടെ കാശ് പോലും ഒരു നയാ പൈസ കുറക്കാതെ വാങ്ങിയത്? വെള്ളപ്പൊക്കവും പേമാരിയും മറ്റും ഉണ്ടാകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വിവിധ ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു. കേരളത്തിന് അതുമില്ല. സാമ്പത്തിക ഉപരോധം ഉൾപ്പെടെ മറ്റു പ്രതികാര നടപടികൾ വേറെ. ഇപ്പോഴിതാ അതിലും ഉപരിയായ മനുഷ്യത്വഹീനത കാട്ടിയിരിക്കുന്നു. ഇതിനെ ന്യായീകരിച്ച് ഗവർണർ ഏമാൻ ചോദിച്ചത് മന്ത്രി എന്തിനാ പോകുന്നേ എന്നാണ്. ഈ ഏമാനോട് തിരിച്ചു ചോദിക്കാനുള്ളത്, താങ്കൾ എന്തിനാണ് ഈ വയസ്സാങ്കാലത്ത് കേരളത്തിൽ അടയിരുന്ന് അത്യാർഭാട ജീവിതം നയിച്ച് നാടിന്റെ പൊതുമുതൽ ധൂർത്തടിച്ച് നശിപ്പിക്കുന്നു എന്നാണ്.